ഹരിശ്രീ അശോകൻ കലാഭവൻ മണി കൂട്ടുകെട്ടിൽ മലയാളക്കരയിൽ പൊട്ടിച്ചിരി ഒരുക്കിയ കുസൃതി എന്ന ചിത്രത്തിലെ എവർഗ്രീൻ കോമഡി. കടയുടെ മുമ്പിൽ വന്ന് ശ്രീകരം മനുഷ്യ ബുദ്ധിമുട്ടിക്കാൻ. വിഘ്നേശ്വര എന്തോ വിനായക കാത്തു രക്ഷിക്കണേ. നാലല്ല 5 മസാല ദോശ. വേറെ എന്തൊക്കെയാ വേണ്ടേ? എടാ വാസു, പിള്ളേരാണേ കയ്യില് കാശുണ്ടോ നോക്കിട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നാ പിന്നെ കാശ് ഉണ്ടാക്കിയിട്ട് തന്നെ കാര്യം. പൈസ ഞാൻ ഇപ്പൊ വരാം. 5 മസാല ദോശ, 6 ഉണ്ണിയപ്പം, 7 പൊറോട്ട, 4, 5, 6, 7. എന്താണത്? പാത്രം. ഇതിലിരുന്ന ഉണ്ണിയപ്പോടെ? എനിക്കറിയത്തില്ല, ഞാൻ എടുത്തില്ല. നീ എടുത്തിട്ടില്ലേ? ഇല്ല. ചൂട് പൊറോട്ട അതൊക്കെ പറഞ്ഞാ പോലെ ചട്ടവും വെച്ച് തലക്കടിക്കണം. ആരടിച്ചു? നീ തന്നെ ഇതുപോലെ അങ്ങ് തിരിച്ചെന്നാണല്ലോ. നിനക്ക് എന്താടാ തലയ്ക്ക് വട്ട് പിടിച്ചോ? അയ്യോ എടാ പന്നി, നീ എന്നെ തലക്കടിച്ചോ? നീ എന്നെ പന്നി വിളിച്ചോ? ചന്ത ചമ്മന്തി ആക്കി. അയ്യോ, ഇതെന്താ ആരും കഴിക്കാത്തത്? ഞങ്ങളുടെ കുമാരേട്ടനെയും ലക്ഷ്മിയേച്ചിയും കുറിച്ച് ഓർത്തപ്പോ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. അതൊന്നും ഇപ്പൊ ഓർക്കണ്ട. അവരെ രക്ഷപ്പെടുത്താമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതിനുള്ള ജാലവിദ്യ എന്റെ കയ്യിലുണ്ട്. കഴിക്ക്, എല്ലാരും കഴിക്ക്. അയ്യേ, ഇവനേത്? ഇവനെ കണ്ടാലേ അറിയാ കുഴപ്പക്കാരനാണെന്ന്. എവിടെ നിന്ന് കിട്ടിയടാ ഇവനെ? ഇവനാണോ നിങ്ങളുടെ ജാലവിദ്യക്കാരൻ? നീ ഏതാടാ? ഞാൻ ലംബോദരൻ, ലംബോദരൻ. എടാ ഇവന്റെ പേര് എന്നെ കുഴപ്പമാണ്. എടാ എന്താടാ ഈ പി പി? പരമേശ്വരനും പാർവതിയും എന്റെ അച്ഛന്റെ അമ്മേന്റെ പേരാ. പരമേശ്വരനും പാർവതിയും ഒരു തുമ്പിക്കയുടെ കുറവുള്ളു. ഇവന് ഗണപതി എന്ന് പേരിടായിരുന്നു. തന്റെ പേര് ഹനുമാൻ ആക്കായിരുന്നു. തമാശ. എടുത്തു. നോക്കിയേ, അവനല്ലേ നമ്മുടെ ചാടിപ്പോയ പ്രതി. അവൻ തന്നെ കൊണ്ടുപോയി ചവിട്ടി നിർത്തി പിടിച്ച് കേട്ടടോ. എന്റെ സസ്പെൻഷൻ ക്യാൻസൽസ്. എനിക്കെന്നെ തൊപ്പി തിരിച്ചു കിട്ടി. പോലീസ്! അയ്യോ എന്നെ തൊപ്പിയവന്റെ ദ്രോഹി. അയ്യോ എന്നെ അവനെ പോയി. എപ്പോ നോക്കിയാലും ഇയാളെ മാത്രം തട്ടിക്കൊണ്ടു പോകുന്നത്. അയ്യോ, അതൊക്കെ പിന്നെ പറയാം. ആദ്യം പോയി രക്ഷിക്കലും പോ. എന്നാ ശരി, രക്ഷിച്ചേക്കാം. സത്യം സത്യം ഞാൻ ഇപ്പൊ വരാം. ഇനി ലോക്കപ്പിനുള്ളിൽ തല്ലുണ്ടാക്കിയതിന് കൊട്ടുസാറാണ്. ഇനി ചാണ്ടി സാറിനെ കൊരങ്ങ് കളിപ്പിച്ചതിന് കൊട്ടുസാറാണ്. സാറിന്റെ മുഖത്ത് മൂത്രകലം പൊട്ടിച്ച വകയിൽ കൊട്ടുസാറാണ്.
ഇയാളെ മുഴുവൻ വിളിക്കണ. ചിരിക്കുന്നോടാ നിന്റെ ചിരിയെന്ന് ഞാൻ അയ്യോ അയ്യേ ഞാനല്ലോ അവരില്ലാത്ത പോലീസുകാരാ. ഒരു മിനിറ്റ് ഇവന്മാരെ നോക്കി കാച്ചു കളഞ്ഞാലോ വേണ്ട വേണ്ടടാ. അയ്യോ വേണ്ട 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 വെടിവെക്കരുത് അതിലുണ്ട് വെടിവെക്കരുത് വെടിവെക്കരുത് ഞങ്ങൾ കീഴടങ്ങിയിരിക്കുന്നു 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 വേണ്ടാന്ന് വടാ വേഗം വരാൻ. എടാ തോക്ക് എവിടെ വെക്കടാ? തന്നോടല്ലടോ വാടാ. ഇവൻ എണീറ്റോ ശരിയാക്കി തരാം ഇവിടെ വിളിക്കാം. ഞങ്ങളെ പറ്റി ചോളാൻ നോക്കട്ടെ. പോയവൻ കാണുന്നില്ലല്ലോ. എങ്ങോട്ടോടി? അവിടെ കുറെ ദിവസമായി നീ ഞങ്ങളെ ഇട്ട് കുരങ്ങ് കളിപ്പിക്കുന്നു. ഒന്നീ ഞങ്ങളുടെ പണം തരിക, അല്ലെ സാധനം കൊണ്ടുപോവാ. സാധനം കൊണ്ട് വന്നത് ചക്ക മാങ്ങയൊന്നുമല്ല. അമ്പലത്തിനുള്ളിലിരിക്കുന്ന വിഗ്രഹ അങ്ങനെ ഓടിച്ചു നിൽക്കാൻ പറ്റൊന്നുമില്ല. പറ്റില്ല. പിന്നെ മുൻകൂർ പണം വാങ്ങിയത് പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഈ ഉത്സവ സീസണിൽ തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ. സംഗതി ഞാൻ അടിച്ചു തന്നിരിക്കും. കൊണ്ടവച്ച് പൂജിക്കാനൊന്നും അല്ല. ആ സായിപ്പിനെ കുപ്പിയിലാക്കി പറഞ്ഞിട്ടുള്ള പരിപാടിയല്ലേ. അതുവരെ കാത്തിരുന്നാലേ സായിപ്പിന്റെ പാട്ടിന് പോകും. എന്നാ ഞാൻ വേറെ ഐഡിയ പറഞ്ഞുതരാം. ഈ വിഗ്രഹം തന്നെ വേണമെന്ന് ചേട്ടന്മാർക്ക് എന്താ ഇത്ര നിർബന്ധം? ഇതിനേക്കാൾ നല്ല മുഴുപ്പ കിണ്ണം കാച്ചി സാധനം ഞാൻ കൊണ്ടുവന്നേരാം. സംഗതി മറ്റവനാ ഗണപതി. ഇവിടെ അടുത്തൊരു ആലിന്റെ ചുവട്ടിൽ ഇരിപ്പുണ്ട്. എന്നാ കൊണ്ടുപോവാന്നല്ല കൊണ്ടുവന്നിരിക്കും. ഇന്ന് രാത്രി സംഗതി ഞാൻ അടിക്കും ഉറപ്പ്. ഇതേ സ്പോട്ടിൽ നാളെ രാവിലെ സന്ദീപ് പറയ്ക്കും അണ്ണാറുകളെ വഴക്കം. ഇതിവിടെ ഉണ്ടായിട്ടാണോ നമ്മളെ കാലിത്തോട്ടത്തിൽ ഇതുവരെ കടന്നു വാങ്ങിയത്? ഇതൊന്നും അല്ല, ഇതിനകത്ത് കയറി നോക്കണം. കൊട്ടാരം പോലെയാ. പിന്നെന്താ നോക്കി നിക്കുന്നത്? ചവിട്ടി പിടിച്ചങ്ങോട്ട് കേറ്. അല്ല അത് വേണോ? അല്ലെങ്കിലും കുമാരേട്ടന് ഒരു ധൈര്യമില്ല. ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ? അല്ല കൂടെ ഉണ്ട്. എന്നാലും ആദ്യം ചെന്ന് നല്ല വാക്കിലൊന്ന് സംസാരിച്ചു നോക്കിയാലോ. ഇപ്പൊ തന്നെ ചവിട്ടി പിടിച്ചങ്ങോട്ട് കേറ്. എന്നാ മാത്രം അമ്മാരൊന്ന് കിടുങ്ങൂ. അത് വേണോ? വേണം. ചവിട്ടാലേ പൊളിക്കാല്ലേ? ചവിട്ടാ നേരത്ത് പേടിപ്പിക്കല്ലേ. ഇവരൊക്കെ എന്റെ ഇളയച്ചന്മാരാ. സംഗതി വെച്ചു. ഇനി ധൈര്യമായിട്ട് മുമ്പ് ചെന്ന് കാര്യം പറ. അയ്യോ വന്നോട്ടേന്ന്. ഇപ്പൊ തോന്നുന്ന പിന്മാതിയെ പിന്നെ എല്ലാം കൈവിട്ടു പോകും. ധൈര്യമായിട്ട് അങ്ങോട്ട് ചെല്ലേ. എന്താടാ ഈ കാണിക്കുന്നത്? ആര് പറഞ്ഞിട്ടാ അതിനകത്ത് കയറിയത്? ആരും പറഞ്ഞിട്ടൊന്നുമല്ല. എന്റെ അച്ഛൻ അവകാശപ്പെട്ട വീട് എനിക്ക് അവകാശപ്പെട്ടതാ. കയറി താമസിക്കാൻ വന്നതാ. അയ്യോ അയ്യോ എന്നെ കൊല്ലുന്നേ. ഓടി വായോ. കാലയ്ക്ക് കുമാരേട്ടാ എന്തൊരിടി അടിച്ചത്? ഇനി അവന്മാർ എന്നെ ഇടിക്കാൻ ശരീരത്തിൽ ഒരിടവും ബാക്കിയില്ല. എന്നിട്ട് നീയൊക്കെ നോക്കിയിരുന്നില്ല. ഈ കുമാരേട്ടൻ എന്ത് പറ്റി? കുമാരേട്ടൻ അടികൊണ്ടിട്ടില്ല റോഡിൽ. ഇപ്പഴോ കുമാരൻ അയ്യോ എന്നെ രക്ഷിക്കണേ. ആളറിയാതെ പറ്റിപ്പോയാൽ അപരാധമായി എന്നോട് പൊറുക്കണം. അല്പം ഞാനും പേര് ദോഷം ഉണ്ടാക്കുന്ന ഇപ്പോഴും മനസ്സിലായത്. പഠിച്ചു വെച്ച് ഇത്തിരി മന്ത്രവാദം കൊണ്ട് എല്ലാ കാലം എല്ലാവരും പറ്റിച്ച് ജീവിക്കാമെന്ന് കരുതിയാ. പൊറുക്കണം. എന്നേക്കാൾ മഹാജ്ഞാനിയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. നാട്ടുകാരുടെ തല്ലുകൊണ്ടാ ഞാൻ ഇതുവരെ ഓടിയെത്തിയത്. നിങ്ങളുടെ ക്ലബിൽ എന്നെ കൂടി കൂട്ടണം. ക്ലബിലോ? കുടിക്കോ? എപ്പ കൂടിന്ന് ചോദിച്ചാ മതി. അവിടെ നിക്ക്. ദേ ഒരു കാര്യം പറയാം. ഞാൻ പോവാണേ. പൊയ്ക്കോ. എന്നെ പിടിക്കാൻ പ്രശ്നമാവും. ഒരു പ്രശ്നമില്ല. നീ എന്റെ കൂടെ നടക്കുന്നതാണ് ഇപ്പൊ പ്രശ്നം. ആണല്ലോ. അതെ. എന്നാലേ അങ്ങോട്ടും നോക്കിക്കേ.